തിരുവചനം തിരുമധുരം എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അതിൻ്റെ വാത്സല്യമായ സർവസ്നാഥ ഒരു പ്രാവശ്യങ്ങൾ കർത്താവെ, തൻ്റെ ജനത്തെ നയിക്കത്തക്കണം അങ്ങ് ഒരുക്കുന്ന അവൻ കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം കർത്താവെ. അടികളായിരിക്കുന്ന നോയമ്പ് കാലത്തിൽ അങ്ങയുടെ വചനം ആഴമായ അടികളെ സ്പർശിക്കുകയും കർത്താവ് വചനത്തിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാക്കി അടിയങ്ങളുടെ ജീവിതങ്ങളിൽ മാറ്റം വരുത്താൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. യഥാർത്ഥമായ ഒരു മാനസാന്തരത്തിലേക്ക് കടന്നു വന്ന കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം നയിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങയുടെ മഹത്വമുള്ള പ്രവർത്തന മേഖലയിലായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ, ഞങ്ങൾ ഏത് സ്ഥലത്തിലായാലും കർത്താവെ, എപ്പോഴും അങ്ങേ മുറുകെ പറ്റി ജീവിപ്പാൻ, അങ്ങേ മഹത്വീകരിക്കുന്ന ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങളായിരിക്കുന്ന സഭകളും ശുശ്രൂഷകളും ആരാധനയിലും ഒക്കെ അങ്ങേ ആരാധിക്കുമ്പോൾ കർത്താവ്, ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തിൽ നിന്നുള്ള ആരാധനകൾ കടന്നു വരുവാൻ കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങൾ കർത്താവ് രുചിച്ചറിയത്തക്കോണം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ ജീവിതങ്ങളിൽ മറ്റുള്ളവർക്കും രുചിച്ചറിയത്തക്കോണമുള്ള സാഹചര്യവും മുഖാന്തരങ്ങളും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. നിൻ്റെ കൃപയും സാന്നിധ്യത്താൽ അവിടുന്ന് ഈ ശുശ്രൂഷ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ജനത്തെ നിൻ്റെ കരൾ സർക്കുന്നു. ജനം അങ്ങയുടേതാണ്, വചനം അങ്ങയുടെ അടിയൻ അങ്ങയുടേതാണ് കർത്താവ്. ഏറ്റവും ലളിതമായി ഈ ജനത്തിന് കർത്താവ് വചനം എത്തിക്കുക മാത്രമല്ല കർത്താവെ, ആ വചനം ആഴമായി സ്പർശിക്കത്തക്കണം അങ്ങയുടെ പരിശുദ്ധാത്മാവിടോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എൻ്റെ വാക്കുകളോടുള്ള വചസ്സുള്ള ശബ്ദത്തോടുള്ള ഖണ്ഡത്തോടുള്ള ഒരു പ്രതിസന്ധി ഇല്ലാതെ കർത്താവ്, അനുഗ്രഹപൂർണ്ണമായ കർത്താവ് ഒരു പ്രാവശ്യം കൂടെ തന്നെ ജനത്തെ നയിക്കാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് ഈ സാക്ഷിക്കുന്നു. പിതാവോ കേൾക്കണമേ. ദൈവത്തിൻ്റെ പൊന്നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ നോയമ്പുകാലത്തിൻ്റെ ദിവസങ്ങളിൽ ഞാൻ മുൻപോട്ട് കടന്നു വരുമ്പോൾ ആദ്യ ശുശ്രൂഷയിൽ നാം എപ്രകാരമാണ് കർത്താവ് പരീക്ഷിക്കപ്പെട്ടതെന്നും വ്യത്യസ്തമായ ആ പരീക്ഷണങ്ങളെപ്പറ്റി ചിന്തിക്കുവാൻ ഇടയായി. രണ്ടാമത്, മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാനുള്ളൊരു ആഹ്വാനം, അല്ലെങ്കിൽ തന്മൂലം അപ്രകാരം ആഹ്വാനം കേൾക്കുവാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ലെങ്കിൽ കർത്താവ് തൻ്റെ ക്രൂശാരോഹണത്തിലേക്ക് കടന്നു പോകുന്ന പാതയിൽ പറയുന്ന കാര്യം, യെരൂശലേം പുത്രിമാരെ, എനിക്ക് വേണ്ടി കരയാതെ നിങ്ങളും നിങ്ങളുടെ മക്കൾക്കും വേണ്ടി ചൊല്ലി കരയുവാൻ പറയുന്ന കാര്യം ഒരു താക്കീതാണ്. എന്തിനാണ് കർത്താവ് ഇപ്രകാരം ഒരു ആഹ്വാനവും താക്കീതും നൽകുവാൻ ഇടയാകുന്നത്? എന്നെയും നിങ്ങളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ പ്രവർത്തന മേഖലകളിൽ നല്ല ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളായി തീരുവാൻ വേണ്ടിയാണ്. നല്ല ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും അനുഭവിച്ചറിയുന്ന ഈ സന്തോഷം, സ്വാതന്ത്ര്യം, സമാധാനം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കുവാനും ജീവിതത്തിൻ്റെ വേദനകളുടെയും പ്രയാസങ്ങളുടെയും താഴ്വരയിൽ കടന്നു പോകുന്ന അനേകരെ കോരിയെടുക്കുവാൻ വേണ്ടി കൂടെയാണ്. യുഗാന്ത്യ ശുശ്രൂഷ അല്ലെങ്കിൽ എൻഡ് ടൈം മിനിസ്ട്രി എന്ന് പറയുന്നത് ഏകദേശം അതാണ് ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ നാം ഇപ്പോൾ ഒരു നോയമ്പ് കാലത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ചുറ്റും നോക്കുകയാണെങ്കിൽ ഇന്ന് രാജ്യം രാജ്യത്തോട് എതിർക്കുന്ന അവസ്ഥകൾ, രാജ്യങ്ങൾ രാജ്യങ്ങളോട് എതിർക്കുന്ന അവസ്ഥകൾ, സഭകളിലും ജനതകളുടെ മധ്യത്തിൽ സ്പർദ്ധകൾ വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ, എന്തിന് കുടുംബ ബന്ധങ്ങളിൽ പോലും അത് ഇന്ന് വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മക്കൾ അപ്പനമ്മമാരെ കൊല്ലുന്നു, അപ്പനമ്മമാർ മക്കളെ തള്ളിപ്പറയുന്നു. എന്തിന്? ഇന്ന് ദാമ്പത്യ ജീവിതം പോലും സ്ഥിരതയില്ലാത്ത അവസ്ഥകളിൽ കടന്നു പോകുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. സമാധാനമില്ലാതെ അലയുന്ന ജനതകളുടെ മധ്യത്തിൽ. അപ്പോൾ എന്നെയും നിങ്ങളെ വിളിച്ച് വേർതിരിച്ച് ദൈവിക സാന്നിധ്യം, ദൈവിക കൃപകൾ നാം അനുഭവിച്ച് ഈ നാളുകൾ അത്രയും നിലകൊണ്ടിട്ട് ഇന്ന് അത് ലോകത്തിന് നൽകുവാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷത്തിനെ പറ്റി വ്യക്തമായി കർത്താവ് ഒരു ഉപമകളിൽ കൂടെ പറയുന്നുണ്ട്. അതുമാത്രമല്ല, കർത്താവ് പല സാഹചര്യങ്ങളിലും വൃക്ഷത്തിൻ്റെ ഫലത്തെപ്പറ്റി വ്യത്യസ്തമായ രീതിയിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വൃക്ഷം എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. ദൈവവചനം കേൾക്കുക മാത്രമല്ല, അത് നല്ല ഫലങ്ങൾ കായ്ക്കുവാൻ കഴിയുന്ന ഒരു നിലമായി നാം മാറുമ്പോഴാണ് നല്ല ഫലങ്ങളുടെ നന്മകൾ മറ്റുള്ളവർക്ക് രുചിച്ചറിയുവാൻ കഴിയുന്നുള്ളൂ. അല്ലെങ്കിൽ പാറമേൽ വീണ ആ വിത്തിനെ പോലെ നല്ല ഫലത്തിൽ വീഴുന്ന വിത്തെ എപ്പോഴും
ഫലങ്ങൾ കായ്ക്കുവാൻ ഇടയാകൂ. അതുകൊണ്ട് ഈ സമയത്ത് കർത്താവ് പറയുന്ന ഒരു ഉപമയിൽ കൂടെ നമ്മുടെ ജീവിതത്തെ ഒന്ന് നമുക്ക് ശോധന ചെയ്യാം. ലൂക്കോസിന്റെ സുവിശേഷം 13:6. അവൻ ഈ ഉപമയും പറഞ്ഞു, അവൻ ഈ ഉപമയും പറഞ്ഞു, ഒരുവന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞുവെങ്കിലും ഒന്നും കാണുന്നില്ല. അവിടെ നാം നോക്കുമ്പോൾ ഒരു അത്തിവൃക്ഷം മുന്തിരിത്തോട്ടത്തിന്റെ മധ്യത്തിലാണ് നട്ടിരിക്കുന്നത്. നാം ഒരു നിമിഷം നമ്മളെപ്പറ്റി ഒന്ന് ചിന്തിക്കണം. അനുഗ്രഹപ്രദമായ ഒരു ജനതകളുടെ മധ്യത്തിൽ ഒരു യോഗ്യതയില്ലാത്ത എന്നെയും നിങ്ങളെ നട്ട് വളർത്തുവാൻ പരിശ്രമിക്കുമ്പോൾ നാം ഫലങ്ങളില്ലാതെ ഉള്ള അവസ്ഥയാണെങ്കിൽ നാം ആ സ്ഥലം മാത്രമല്ല, അവിടെ ആയിരിക്കുന്ന സാഹചര്യങ്ങൾക്ക് പോലും പ്രതിസന്ധിയാണ്. ഇവിടെ എത്ര വ്യക്തമായ മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ നട്ടിരിക്കുന്ന അത്തിവൃക്ഷത്തെ പറ്റി. നമ്മളെയും അനുഗ്രഹപ്രദമായ ജീവിത സാഹചര്യങ്ങളിൽ കർത്താവ് നട്ടിരിക്കുകയാണ്. നാം അവിടുന്ന് അനേകമായ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്നവരുമാണ്. പക്ഷെ എന്നിലും നിങ്ങളിലും മറ്റുള്ളവർക്ക് നൽകത്തക്കോണമുള്ള ഫലങ്ങൾ കായ്ക്കുന്നില്ലെങ്കിൽ അത് ഒരു ഫലമില്ലാത്ത അത്തിവൃക്ഷത്തിൻ്റെ അവസ്ഥയായി മാറും. അതിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ അവൻ തോട്ടക്കാരനോട് ഞാനിപ്പോൾ 3 വർഷമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, എന്നാൽ ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിനെന്ന് പറഞ്ഞു. സത്യമല്ലേ? നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒന്നുമില്ലാത്ത സാഹചര്യങ്ങൾ, ആരുമില്ലാത്ത സാഹചര്യങ്ങൾ എന്നെയും നിങ്ങളെയും കോരിയെടുത്ത് അനുഗ്രഹപ്രദമായൊരു ദേശത്ത് നട്ടു വളർത്തി നാം അനുഗ്രഹങ്ങളിലും സമ്പത്തും മറ്റ് കാര്യങ്ങളൊക്കെ അനുഭവിച്ച് കഴിഞ്ഞ് ജീവിക്കുമ്പോൾ നമ്മുടെ കൂട്ടുവിശ്വാസികളെ പറ്റി നമുക്കൊരു വേദനയില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഫലം കായ്ക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് നാം ജീവിക്കുന്നെങ്കിൽ ഓരോ വർഷവും ദൈവം കടന്നു വന്ന് നോക്കുന്നത്, ഈ വർഷം അവന് ഒരു മാറ്റം കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, കാണുമായിരിക്കുമെന്ന് ചിന്തിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ വയസ്സിനൊത്തവണ്ണം നമ്മൾ ഓരോരുത്തരും ഈ നോയമ്പ് കാലം അനുഷ്ഠിച്ചവരാണ്. പക്ഷെ ഇന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങൾ ഈ നോയമ്പ് കാലം ഇത്രമാത്രം അനുഷ്ഠിച്ചിട്ട് എവിടെയാണ് ഫലം? ഞാൻ എന്താണ് നിങ്ങളിൽ കൂടെ നേടിയത്? ഞാൻ നിങ്ങൾക്ക് ഇവയൊക്കെ തന്നു, നല്ല സാഹചര്യം തന്നു, സാവകാശങ്ങൾ തന്നു, ജീവിതത്തിൻ്റെ കൈപ്പേറിയ അവസ്ഥയിൽ നിന്നൊക്കെ മാറ്റി യഥാസ്ഥാനപ്പെടുത്തി, നല്ല ഔദ്യോഗിക രംഗം, സമ്പത്തും കുഞ്ഞുങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ തന്ന് അനുഗ്രഹിച്ചു. നിങ്ങൾ അവിടെയൊക്കെ സന്തുഷ്ടമായി ജീവിക്കുവാനും ആരംഭിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് എനിക്ക് വേണ്ടി ചെയ്യുവാൻ കഴിഞ്ഞിരിക്കുന്നു? എൻ്റെ പ്രവർത്തന മേഖലകളിൽ എന്ത് ഫലമാണ് നൽകുവാൻ കഴിഞ്ഞിരിക്കുന്നത്? മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ കടന്നു വന്നപ്പോൾ, കനാൻ ദേശമൊക്കെ അനുഗ്രഹത്തോടെ ജീവിതം ആരംഭിച്ചപ്പോൾ, അവിടെ യോശുവ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ മിസ്രയീമിൽ വിട്ടുവന്ന ദേവന്മാരെയോ, അല്ലെങ്കിൽ നിങ്ങളുടെ മരുഭൂമി യാത്രയിൽ കണ്ട ദേവന്മാരെയോ, അല്ലെങ്കിൽ കനാനിൽ കാണുന്ന ദേവന്മാരെയോ ആരിൽ നിങ്ങൾ വിശ്വസിക്കും? അതോ മരുഭൂമി യാത്രയിൽ 40 വർഷം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ, വേദനകളുടെയും നെടുവീർപ്പിൻ്റെയും താഴ്വരയിലും സദാ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണായി വഴി നടത്തിയ യഹോവയെ നിങ്ങൾ ആശ്രയിക്കുമോ? ഈ സമയത്ത്, ഈ നോയമ്പ് കാലത്തിൽ കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം അതാണ്. നിങ്ങൾ ആരെയാണ് ആശ്രയിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ കൈവേലയിൽ നിന്ന് സ്വരൂപിച്ച സമ്പത്തിനെയാണോ ആശ്രയിക്കുന്നത്? അതോ നിങ്ങളെ ഞാൻ ഇവിടെ ആക്കി വച്ചിരിക്കുന്ന എന്നെയാണോ നിങ്ങൾ ആശ്രയിക്കുന്നത്?
നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് വേണ്ടിയതെല്ലാം നൽകി നല്ല വൃക്ഷമായി തീർത്തിട്ട് പച്ചപ്പ് മാത്രമുള്ള അവസ്ഥയാണെങ്കിൽ, മറ്റാർക്കും ഒരു നന്മ കിട്ടാത്ത അവസ്ഥയാണെങ്കിൽ അതിനെ വെട്ടിക്കളയുകയാണെന്നാണ് പറയുന്നത് അവിടെ യജമാനൻ. ആ യജമാനൻ കർത്താവാണ്, യഹോവയായ ദൈവമാണ് യജമാനൻ. പക്ഷേ ഇന്നും അപ്രകാരം വെട്ടാതെ നാം നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അംശം ഉണ്ട്, ഒരു ഫലം കായ്ക്കുവാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു തോന്നൽ. മുമ്പോട്ട് വായിക്കട്ടെ, മത്തായിയുടെ സുവിശേഷം 3:8 തൊട്ട് 10 വരെ വായിക്കുമ്പോൾ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവിൻ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവിൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ അബ്രഹാമിനെ മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലിട്ട് കളയും. വെട്ടി തീയിലിട്ട് കളയും. ഇത് യോഹന്നാൻ സ്നാപകൻ കർത്താവിൻ്റെ വരവിന് മുമ്പ് അവിടെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതാണ് മാനസാന്തരപ്പെടുക. അപ്പോൾ പല സദൂക്യരും ഫരീസിയന്മാരും വരുന്ന കണ്ടോണ്ട് ഉള്ള ഒരു വാക്കുകളാണ് നാം ഇവിടെ കേൾക്കുന്നത്. എന്താണ്? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുകയും. ഫരീസ്യരും സദൂക്യരും യഥാർത്ഥത്തിൽ അന്നത്തെ യഹൂദ സമുദായത്തിൻ്റെ പല കാര്യങ്ങൾക്ക് അധിപതിയായി ജീവിക്കുന്ന വ്യക്തികളായിരുന്നു, പ്രത്യേകിച്ചും ആത്മീയ മേഖലകളിൽ. പക്ഷേ അവരുടെ ജീവിതത്തിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ പരിശ്രമിക്കുകയും എങ്കിലും യഥാർത്ഥമായ ദൈവിക സ്വഭാവത്തിലേക്ക് അവർ ജീവിക്കുന്ന അവസ്ഥയുമല്ലായിരുന്നു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും മുൻതൂക്കം കൊടുത്ത് മറ്റ് കൂട്ട് സഹോദരങ്ങളോ അല്ലെങ്കിൽ വ്യക്തികളുടെ ജീവിത പ്രയാസങ്ങളെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ ജീവിക്കുന്ന വ്യക്തികളായിരുന്നു ഏറെക്കുറെയും ഈ പരീശന്മാരും സാദൂക്യരും. അവരെ കാണുമ്പോൾ പറയുന്നത് എന്താണ്? ഇപ്പോൾ തന്നെ അനേക വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയും. ഞാൻ എൻ്റെ സഭയിൽ എങ്ങനെ പ്രവർത്തിച്ചെന്നല്ല, എന്തു പ്രവർത്തിച്ചെന്നല്ല, അതിനേക്കാട്ടുപരി കർത്താവ് നോക്കുന്നത് ഞാൻ മൂലം മറ്റുള്ളവർക്ക് എന്ത് നന്മ ലഭ്യമാകുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. ഞാൻ ഏത് സഭയുമായിക്കൊള്ളട്ടെ, ഏത് ശുശ്രൂഷയുമായിക്കൊള്ളട്ടെ, ഏത് ആരാധനയിൽ കടന്നുപോയിക്കൊള്ളട്ടെ, അവയൊക്കെ വ്യക്തതയോടെ കൃത്യതയോടെ എല്ലാം ചെയ്യുന്നവരായിരിക്കും. പക്ഷേ കർത്താവ് നോക്കുന്നത് ഈ പ്രവർത്തികളിൽ എവിടെയാണ് കർത്താവിന് മഹത്വം ലഭ്യമാകുന്നതും എവിടെയാണ് മറ്റുള്ളവർക്ക് നന്മ ലഭ്യമാകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായി മറ്റുള്ളവർക്ക് അനുഭവമാക്കുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ആരംഭം എപ്പോഴും നമ്മുടെ കുടുംബത്തിലാണ് ആരംഭിക്കേണ്ടത്. നമ്മളായിരിക്കുന്ന 4 ചുവരിലാണ് അത് ആരംഭിക്കേണ്ടത്. മറ്റ് പുറം ലോകത്തിൽ നാം വ്യത്യസ്തമായൊരു മുഖവും നമ്മുടെ ഭവനങ്ങളിൽ വ്യത്യസ്തമായൊരു മുഖവും വെച്ച് ജീവിക്കുകയാണെങ്കിൽ അത് കപടഭക്തിക്കാർക്ക് തുല്യമാണുള്ള ജീവിതമാണ് മനസ്സിലാക്കിക്കൊള്ളുക. നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഈ നോയമ്പ് കാലം എന്ന് പറയുമ്പോൾ, നോയമ്പെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലെ കുറവുകളും വീഴ്ചകളും പാപ സ്വഭാവങ്ങൾക്കും മാറ്റം വരുത്തിക്കൊണ്ട് കർത്താവിൻ്റെ കഷ്ടാനുഭവിച്ചിലേക്ക് കടന്നു വരുമ്പോൾ, അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ, കർത്താവ് കടന്നുപോയ പാതയിലേക്ക് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ശോധന ചെയ്ത് ജീവിതങ്ങൾക്കൊരു മാറ്റം വരുത്തിയതിൻ്റെ കാലയളവിലാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്രകാരം എനിക്കും നിങ്ങൾക്കും ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ, ചിന്തിക്കുവാൻ കഴിയുന്നുണ്ടോ എന്നൊന്ന് മനസ്സിലാക്കണം. ബോട്ട് വായിക്കത്തെ യോഹന്നാന്റെ സുവിശേഷം 15:1-2 വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ നീക്കിക്കളയുന്നു.
അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ചെത്തി വെടിപ്പാക്കുന്നു. ഇവിടെ കർത്താവ് പറയുന്ന കാര്യം നാം അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവിടെ പറയുന്നത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. മുന്തിരിവള്ളിയുടെ ശാഖകളിൽ കൂടെയാണ് അതിൻ്റെ ഫലങ്ങൾ ഉണ്ടാകുന്നത്. നാം ആ മുന്തിരിവള്ളിയിൽ ബന്ധപ്പെടാതെ ജീവിക്കുന്ന അവസ്ഥയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഫലം കായ്ക്കുവാൻ ഇടയാകുകയില്ല. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് പറയുന്നത്, കായ്ക്കാത്തതൊക്കെ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടുപ്പാക്കും, കായ്ക്കാത്തതിനെ നീക്കിക്കളയുമെന്നാണ് പറയുന്നത്. നാം ഫലം കായ്ക്കാൻ പരിശ്രമിച്ച് അതിൻ്റെ ചെറിയ ഫലങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇതൊരു ഫലം കായ്ക്കാൻ സാധ്യതയുള്ളൊരു കൊമ്പെന്ന് മനസ്സിലാക്കി അതിനെ കുറച്ചുകൂടെ ചെത്തിവെടുപ്പാക്കി ഫലം കായ്ക്കത്തക്കമുള്ള സാഹചര്യം ദൈവം നമുക്ക് ഒരുക്കി തരും. അതോ കായ്ക്കാതെ നിഷ്ഫലമായ അവസ്ഥയാണെങ്കിൽ വെട്ടിക്കളയുമെന്നാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കണം. ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് നാം ജീവിക്കുമ്പോൾ യഥാർത്ഥമായ ക്രിസ്തുവുമായിട്ടൊരു ബന്ധമുണ്ടോ എന്നൊന്ന് നാം നോക്കണം. നോയമ്പ് കാലത്തിൽ നാം സഭ നിഷ്കർഷിക്കുന്ന എല്ലാ പ്രവർത്തന മേഖലയിലും നാം കടന്നുപോയി പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ ഏറ്റവും അനുഗ്രഹപൂർണമായ കാര്യങ്ങളാണ്. പക്ഷേ അത് ലൗകികമായ ഒരു പ്രവർത്തനമായി തീരുകയാണെങ്കിൽ അവിടെ കർത്താവുമായിട്ടൊരു ബന്ധം നമുക്ക് കാണുകയില്ല. സഭ വ്യത്യസ്തമായ സന്ധ്യാപ്രാർത്ഥനയും നമസ്കാരമൊക്കെ ധ്യാനമൊക്കെ ഒരുക്കുന്നത് യഥാർത്ഥമായി നാം കർത്താവിലേക്ക് ആകർഷിക്കപ്പെടുവാനും കർത്താവുമായിട്ടൊരു ബന്ധത്തിലേക്ക് വളരുവാൻ വേണ്ടിയാണ്. അല്ലാതെ അച്ചടി പ്രാർത്ഥനകൾ നാം ചൊല്ലിയിട്ട് കടന്നു വന്നുകൊണ്ട് ഒരു കാര്യമില്ല പ്രിയ സഹോദര. അത് ചൊല്ലുമ്പോൾ അതിൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളുവാൻ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ നാം ഒന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ പല മാറ്റത്തിൻ്റെ ആരംഭം കുറിക്കുവാൻ ഇടയാകും. നാം അനേക നോയമ്പ് കാലം എടുത്തിട്ടുണ്ടായിരിക്കും, നോയമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടായിരിക്കും, വ്യത്യസ്തമായ നോയമ്പുകളെല്ലാം അനുഷ്ഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ നോയമ്പ് കാലത്ത് നമ്മളെ തന്നെ ഒന്ന് വേറിട്ടിരുന്ന് ശോധന ചെയ്യാൻ കഴിയുമോ? യഥാർത്ഥമായി ഞാൻ ഫലം കായ്ക്കുന്ന വൃക്ഷമാണോ അതോ സ്ഥലത്തെ നിഷ്ഫലമാക്കുന്ന ഒരു വൃക്ഷമാണോ എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 15:6 ഇപ്രകാരമാണ് പറയുന്നത്, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. അവ പെറുക്കി തീയിലിടും. അവ കരിഞ്ഞു പോകും. അപ്പം കർത്താവുമായിട്ട് ബന്ധമില്ലെങ്കിൽ നാം ഒന്നിനും യോഗ്യനല്ലാത്ത അവസ്ഥയായി മാറുമെന്നാണ് യഥാർത്ഥത്തിൽ പറഞ്ഞത്. ഒരു കൊമ്പ് പോലെ പുറത്തു കളയും, അവൻ ഉണങ്ങിപ്പോകും, അവ പെറുക്കി തീയിലിടും. നാം ആ തീയുടെ അവസ്ഥയിലേക്കാണോ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്? ജീവനും ജീവിപ്പിക്കുന്നതുമായ വചനമായി ബന്ധമുണ്ടെങ്കിൽ ആ വചനം യഥാർത്ഥമായ കർത്താവിലേക്ക് നയിക്കുവാൻ നമ്മളെ ഇടയാക്കും. ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പല കാര്യങ്ങൾ നാം കേൾക്കുവാൻ ഇടയാകുന്നുണ്ട്. കർത്താവുണ്ട്, കർത്താവില്ല, ഇപ്രകാരമാണ് കർത്താവ് പക്ഷെ ഇതിൻ്റെ ഒക്കെ മധ്യത്തിൽ യഥാർത്ഥ സുവിശേഷം പലപ്പോഴും ആ ജനം കേൾക്കാതെ പോകുന്നതുകൊണ്ട്. യഥാർത്ഥ സുവിശേഷം എന്ന് പറയുമ്പോൾ ആ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കിൽ കർത്താവ് മാത്രമായിരിക്കും സുവിശേഷം. കർത്താവിലേക്ക് നയിക്കുന്നതായിരിക്കും ആ സുവിശേഷം. മറ്റെന്തിലേക്ക് നയിച്ചാലും അത് കർത്താവിൻ്റെ സുവിശേഷമാകുകയില്ല. കാരണം കർത്താവ് പറഞ്ഞ ലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകാനാണ് പറഞ്ഞത്. സഭയുടെ സാക്ഷികളോ ജനതയുടെ സാക്ഷികളോ മറ്റ് ആരുടെയും സാക്ഷികളാകുവാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ സാക്ഷികളാകാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം ജീവിക്കുന്ന ഈ കാലയളവിൽ നമുക്ക് എത്രമാത്രം മറ്റുള്ളവരോട് കർത്താവിൻ്റെ സാക്ഷ്യം പറയുവാനിടയായി. നാം ചിന്തിക്കും, പല അപ്പോസ്തല സഭകളിൽ സാക്ഷ്യ ശുശ്രൂഷ കാണുവാൻ കഴിയാതെ പോകുന്നൊരവസ്ഥയാണ്. എന്തുകൊണ്ട്? ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനമധ്യത്തിൽ മാത്രമല്ല മറ്റുള്ളവരോട് പറയണം, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചെന്ന്. ഇതാണ് എൻ്റെ ജീവിത സാക്ഷ്യം. എപ്രകാരം ഇന്നും ജീവിക്കുന്ന കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചെന്ന് പറയുവാൻ ഇടയാകണം.
അതാണ് നമ്മളിൽ കൂടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ ഫലമാണ് കർത്താവ് നമ്മളിൽ കൂടെ ആഗ്രഹിക്കുന്നത്. നമ്മുടെ സമ്പത്തിൻ്റെ ഒരു അംശം കൊടുത്തതുകൊണ്ട് അത് കർത്താവിന് ലഭ്യമാകുന്ന ഫലമല്ല. കർത്താവ് നൽകിയതിൽ നിന്ന് നമ്മൾ കർത്താവിന് കൊടുക്കുന്നു. അതിൽ കൂടുതൽ എന്താണ് നാം ചെയ്യുന്നത്? നമ്മുടെ സമയം, നമ്മുടെ സാവകാശങ്ങൾ, നമ്മുടെ സാഹചര്യങ്ങൾ കർത്താവിൻ്റെ മഹത്വത്തിനായി വിനിയോഗിക്കപ്പെടുവാൻ കഴിയുന്നെങ്കിൽ അവിടെ യഥാർത്ഥമായ കർത്താവിന് ഫലം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് നാം കടന്നു വരും. മത്തായിയുടെ സുവിശേഷം 21:19 ഇപ്രകാരമാണ് പറയുന്നത്: അവൻ വഴിയരികിൽ ഒരു അത്തിവൃക്ഷം കണ്ട് അതിന്റെ അടുത്ത് ചെന്നു. അതിൽ ഇലയല്ലാത്തതൊന്നും കാണാഞ്ഞതുകൊണ്ട് ഇനി നിന്നിൽ ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. ഇന്ന് നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ അപ്രകാരമുള്ളൊരു പച്ചപ്പിലല്ലേ നാം ജീവിക്കുന്നത്? നല്ല പച്ചപ്പുള്ള ഇലകളുണ്ട്. അതെന്താണ്? നാം ഭൗതികമായി കാണിക്കുന്ന പ്രാർത്ഥനകൾ, ആരാധനകൾ, മറ്റനുഷ്ഠാനങ്ങൾ യഥാർത്ഥമായ ഫലമുണ്ടോ? ഇവിടെ കർത്താവ് വിശന്ന് അവിടുന്ന് കടന്നു വരുമ്പോൾ കാണുന്ന അത്തിവൃക്ഷത്തിൽ ഫലമില്ലാത്തത് കൊണ്ട് പറയുന്നത്, ഇനി നീ ഒരിക്കലും ഫലം കായ്ക്കേണ്ട ആവശ്യമില്ല. നീ നിഷ്ഫലമായ മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്ന ഒരു വൃക്ഷമാണ്. ജനം അവിടുന്ന് കടന്നു വരുമ്പോൾ നല്ലൊരു അത്തിവൃക്ഷം കാണുമ്പോൾ ചിലപ്പോൾ ഒരു ഫലം കാണുമെന്നുള്ള മോഹത്തോടെ അവിടെ കടന്നു വരുമ്പോൾ വെറും പച്ചപ്പിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള അനേകർക്ക് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ കഴിയുമുണ്ടായിട്ടും കഴിയാതെ പോകുന്നെന്ന് പറയുമ്പോൾ ആ പച്ചപ്പിൻ്റെ അവസ്ഥയാണ്. നമ്മെ അവിടെ നിലനിർത്തിയോണ്ട് എന്ത് നന്മയാണ് കർത്താവിന് ലഭ്യമാകുന്നത്? നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നോയമ്പുകാലത്തിലാണ് ദൈവത്തിൻ്റെ കഷ്ടാനുവാഴ്ചയും ദുഃഖവെള്ളിയാഴ്ച ഉയർപ്പും ഒക്കെ കൊണ്ടാടുവാൻ ഇങ്ങനെ വെമ്പൽ കൊണ്ടുപോകുന്ന അവസ്ഥയിലാണ് നാം ജീവിക്കുന്നത്. എന്തിന്? ഒരു വർഷം കൂടെ പറയാനോ, ദൈവം എനിക്ക് ആയുസ്സിൽ ഒരു പ്രാവശ്യം കൂടി ഇതിലൊക്കെ സംബന്ധിക്കുവാൻ തന്നത്. ആരാധനകളിൽ സംബന്ധിച്ചത് കൊണ്ട് മാത്രം നീ ഒരു ക്രിസ്തുവിൻ്റെ അനുയായിയായി മാറത്തില്ല. ക്രിസ്തുവിൻ്റെ അനുയായി എന്ന് പറയുമ്പോൾ ക്രിസ്തു ജീവിക്കുന്ന വ്യക്തിയായി മാറണം. ക്രിസ്തു ജീവിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കാണും. മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയും. മറ്റുള്ളവരെ സ്വീകരിക്കുവാൻ കഴിയും. അവിടെ അസൂയ കാണത്തില്ല. അവിടെ ഏക കാര്യമുള്ളത് സ്നേഹമാണ്. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന സ്നേഹം. വായിക്കേണ്ട മത്തായിയുടെ സുവിശേഷം 12:33 ഇപ്രകാരമാണ് പറയുന്നത്: വൃക്ഷം നല്ലതെങ്കിൽ അതിന്റെ ഫലവും നല്ലതായിരിക്കും. വൃക്ഷം ചീത്തയെങ്കിലും അതിന്റെ ഫലവും ചീത്ത തന്നെ. ഫലം കൊണ്ടല്ലോ വൃക്ഷത്തെ അറിയുന്നത്. ഇപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുമല്ലോ എന്തുകൊണ്ടാണ് അനേകർ ക്രൈസ്തവ സമൂഹം വിട്ടുപോകുന്നതും അനേകർ ക്രൈസ്തവ സമൂഹത്തിലേക്ക് കടന്നു വരുവാൻ കഴിയാത്തത്. ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഫലം എന്താണെന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കോട്ടും കേസും സ്പർദ്ധകളുടെ മധ്യത്തിലായിരിക്കുന്ന ജനമധ്യത്തിൽ ജീവിക്കുമ്പോൾ നാം മറ്റുള്ളവർക്ക് എന്താണ് കാണിച്ചു കൊടുക്കുന്നത്? നമുക്കൊരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. നോയമ്പുകാലത്തിൽ നാം രാപ്പകലില്ലാതെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ആ പ്രാർത്ഥനയുടെ മധ്യത്തിൽ കർത്താവ് ഉണ്ടോയെന്നൊന്ന് നാം നോക്കേണ്ടിയിരിക്കുന്നു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലുമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. യഥാർത്ഥമായ ജീവിത മാറ്റം. മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ ഇവരിൽ കർത്താവ് ഉണ്ടെന്ന് പറയത്തക്കണം, കർത്താവിൻ്റെ ഫലമുണ്ടെന്ന് പറയത്തക്കണം ഇടയാക്കണം. എബ്രായലേഖനം 6:7-8 ഇപ്രകാരമാണ് പറയുന്നത്: കൂടെ കൂടെ പെയ്യുന്ന മഴയുടെ വെള്ളം കുടിക്കുന്ന ഭൂമി കൃഷിക്കാർക്ക് പ്രയോജനമുള്ള സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. എന്നാൽ മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാൽ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതും ആകുന്നു. ചുട്ടുകളയുകയത്രേ അതിന്റെ അവസാനം. ഇവിടെ ചിന്തിക്കേണ്ട കാര്യം, നല്ല നിലമെന്ന് നാം ചിന്തിച്ച് നാം വളർത്തുന്നത് മുള്ളും മറ്റു കാര്യങ്ങളാണെങ്കിൽ അത് ചുട്ടുകളയുമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ
നല്ല വൃക്ഷങ്ങൾ, നല്ല സസ്യാദികൾ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരണം. മത്തായിയുടെ സുവിശേഷം 7:19 ഇപ്രകാരമാണ് പറയുന്നത്: നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിൽ ഇടുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളൊക്കെ വെട്ടി തീയിലിരുന്നു. ഏറ്റവും അവസാനം കർത്താവ് ആരംഭിച്ച ഉപമയുടെ ലൂക്കോസിൻ്റെ സുവിശേഷം 13:8-9 വായിക്കുമ്പോൾ നമുക്കൊരവസരം തരുന്നതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. അതിന് അവൻ കർത്താവെ ഞാൻ ഇതിനു ചുറ്റും കിളച്ച് വളം ഇടുന്നതും വരെ 1 വർഷം കൂടി നിൽക്കട്ടെ. 1 വർഷം കൂടെ നിൽക്കട്ടെ. ഫലം കായ്ക്കുന്നുവെങ്കിൽ നല്ലത്, ഇല്ലെങ്കിലോ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ കർത്താവിൻ്റെ സ്ഥാനത്ത് കർത്താവിനെ കാണുമ്പോൾ മറ്റത് പിതാവിനെ നാം മനസ്സിലാക്കും. പിതാവ് പറയുന്നത് ഇത് നിഷ്ഫലമാക്കുന്ന വൃക്ഷമാണ്, വെട്ടിക്കളയുക. എങ്കിലും കർത്താവ് പറയുന്നത് 1 വർഷം കൂടെ കൊടുക്കുക, ചിലപ്പോൾ വൃക്ഷം നല്ല ഫലം കായ്ക്കുന്നതായി തീരും. അതുകൊണ്ട് ഈ നോയമ്പ് കാലത്തിൽ യഥാർത്ഥമായ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായി മാറുവാൻ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായി സുരസ്തുനാഥ ഒരു പ്രാവശ്യം കൂടെ അതെ ജനത്തെ നയിക്കത്തക്കോണം തന്നിരിക്കുന്ന അവൻ കൃപകൾക്കായി സ്തോത്രം കർത്താവ്. ഇതിൻ്റെ കൃപയുടെ സാന്നിധ്യത്താൽ കർത്താവെ അടികൾ നല്ല ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീഴ്ചകളുണ്ട്, കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്. എങ്കിലും അങ്ങ് തന്നിരിക്കുന്ന ഈ അവസരം തക്കത്തിൽ ഉപയുക്തമാക്കി ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഒരു മാറ്റം വരുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. എൻ്റെ കൃപയെ ഞങ്ങളെ ബലപ്പെടുത്തി വഴി നടത്തിക്കൊള്ളണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.